ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുണ്ടായെടുത്തിട്ടുള്ള മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിടിലൻ ജാമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അത് നമ്മളൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വൈകിട്ടും രാവിലെയൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ഐറ്റം. ഇത് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ മാങ്ങ കിട്ടുമ്പോൾ നമ്മളെല്ലാവരും അലുത്ത് കളയാതെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ മാങ്ങ വെച്ചിട്ട് ജാം റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എടുത്തിട്ടുള്ള മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്തിട്ട് നല്ല കളറുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ജാം റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മൾ മാങ്ങ നല്ല പോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പഴുത്തിട്ടുള്ള മാങ്ങ കേട്ടോ. ഇതേപോലെ അലുത്ത് പോകുന്ന രീതിയിലുള്ള മാങ്ങ എടുക്കണമെങ്കിൽ നമുക്കിതിൽ ഫുഡ് കളറൊന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല. കണ്ട, നമ്മുടെ വീട്ടിലുണ്ടായിരുന്നിട്ടുള്ള മാങ്ങയാണ്, അത്യാവശ്യം നല്ല കളറുണ്ട്. പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ പാനിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിലോട്ട് 3/4 കപ്പ് പഞ്ചസാര. ഫ്ലേവറിനായിട്ട് ഒരു ചീസിൻ്റെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് നാരങ്ങ നമ്മൾ ഇതേപോലെ ഒന്ന് ചീവിട്ട് കൊടുക്കുക. ഇതിന് പകരം ഏലക്കാപ്പൊടിയോ വാനില എസൻസോ ചേർത്തെടുക്കുക, അതല്ലെങ്കിൽ മാംഗോ ഫ്ലേവർ ചേർത്തെടുക്കുക. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഒരു നൂൽ പരുവത്തിൽ നമുക്കൊരു ടെക്സ്ചറിൽ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര പാനി നല്ല പോലെ തിളച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റിക്കി ആവുന്ന ഒരു രൂപം ഇതേപോലെ വരില്ലേ, അതുവരെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരപ്പാനി നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറിൽ നമ്മൾ അടിച്ചു വച്ചിട്ടുള്ള നമ്മുടെ മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 2-3 മിനിറ്റ് നമുക്കൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതേപോലെ വേറിട്ട് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തിക്കായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ നല്ല പോലെ ഞാൻ ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു ജാം കേട് വരാതിരിക്കാൻ വേണ്ടി മിക്സ് ചെയ്ത് 2-3 മിനിറ്റും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാംഗോ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് കാണിക്കാം.
ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഒരല്പം ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇതിങ്ങനെ താഴേക്ക് ഒലിച്ച് ഇറങ്ങാത്ത രീതിയിൽ ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മുടെ ഈ ഒരു ജാം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ? അപ്പോൾ ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കതൊരു ബ്രെഡിലേക്ക് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കണ്ടില്ലേ മാംഗോ വെച്ചിട്ടുള്ള ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതേപോലെ കോരിയെടുക്കുമ്പോൾ മുറിഞ്ഞു വീഴുന്ന രീതിയിൽ ആയിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ബ്രെഡിലേക്കൊന്ന് തേച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇതേപോലെ കുറച്ചങ്ങ് ഒഴിച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് കണ്ടില്ല ഈ ഒരു രീതിക്ക്. കണ്ടല്ലോ? നമ്മൾ കടയിൽ നിന്ന് മേടിച്ചെടുക്കുന്ന അതേ രീതിയിലുള്ള ബ്രെഡ് തന്നെ ജാം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് രണ്ടെണ്ണത്തിലും കൂടെ തേച്ച് കാണിക്കാം. ആ ഒരു ഫ്ലേവറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി ഒന്നും മാംഗോയുടെ എസൻസ് നമ്മൾ ചേർത്തെടുക്കാത്തത് കൊണ്ട് പ്യൂറായിട്ടുള്ള മാംഗോയുടെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കാനായിട്ട് പറ്റും. അതില്ലേ? ഒത്തിരി അങ്ങോട്ട് ഒലിച്ചു പോകാത്ത രീതിയിൽ നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടണം. ഇനി നമ്മളിതൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ജാം തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ ജാം നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല? നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ? അപ്പം നമ്മുടെ മക്കൾക്ക് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മാംഗോ ജാം നമ്മളിവിടെ ഞാനിതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം. കണ്ടില്ലേ? ഈ ഒരു മുറിഞ്ഞു വീഴുന്ന ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു മാങ്ങ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു ബോട്ടിൽ നിറച്ച് നമ്മളിവിടെ മാംഗോ ജാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വൈകിട്ടോ രാവിലെയൊക്കെ ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ജാമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല. ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അലുത്ത് പോകുന്ന മാങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലൊക്കെ റെഡിയാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.